ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ നീക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരത്തിൽ സ്ഥിതിയോടും കൂടെ വരുവിൻ. അവൻ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായിരിക്കുന്നത്, അനുഗ്രഹീതവും മനോഹരവുമായ ഈ വിശുദ്ധ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഞങ്ങളുടെ ഉള്ളങ്ങളെ നമ്മുടെ സ്ഥലത്തിലേക്ക് പകരുവാൻ, യഥാർത്ഥമായി ഹൃദയപൂർവ്വം അങ്ങ് വിളിച്ചപേക്ഷിപ്പാൻ പ്രാർത്ഥിപ്പാൻ അങ്ങ് തന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു. ഈ സമയം വരെയും അന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിച്ച ചിന്തകളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ചിന്തയ്ക്കും വിചാരങ്ങൾക്കും അപ്പുറമായി അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ പരിപാലിച്ചതിനായി സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നു. ദൈവമേ, അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്ന നന്മകളെ ഞങ്ങൾ ഓർക്കുന്നു. അത് ഞങ്ങളുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമാണ്. പരിശുദ്ധ കർത്താവേ, അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ യഥാർത്ഥമായിട്ട് തരുവാൻ ഹൃദയപൂർവ്വം നന്ദി സ്തോത്രം അർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും കടാക്ഷിക്കണമേ. വരേണ്ടുന്നതിനെ തക്ക സ്ഥലത്ത് കൂട്ടിച്ചേർക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സത്യത്തിനും ആത്മാവിനും നമ്മെ ആരാധിപ്പാൻ ഓരോ ഉള്ളങ്ങളെ നമ്മൾ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആരാധിക്കുവാനുള്ള മനസ്സ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ഞങ്ങൾ അങ്ങ് സന്നിധിയിൽ ശൂന്യമായി ഒഴിഞ്ഞ പാത്രങ്ങളായി അങ്ങ് സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറഞ്ഞ പാത്രങ്ങളായി ഞങ്ങളെ തീർക്കണം. കഴിഞ്ഞ സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, ലംഘനങ്ങളെ, പാപങ്ങളെ ക്ഷമിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആരാധനയുടെ ഓരോ ഭാഗങ്ങളും കൂടെ ഇരിക്കണമേ. സകല സ്തുതി മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. പുതിയ പുസ്തകത്തിൽ 495 പാട്ട് പാടാം. വലിയ പുസ്തകത്തിൽ 414 പാട്ട്. പുതിയ പുസ്തകത്തിൽ 495, വലിയ പുസ്തകത്തിൽ 414 പാട്ട്. പ്രിയനോടടുത്തിടുകിൽ
പുസ്തകത്തിലെ സാധാരണ ആരാധനക്രമം പിൻപറ്റാം. പുസ്തകത്തിലെ സാധാരണ ആരാധനക്രമം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന് നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിൽ ഉള്ളത്. ആകാശത്തെ ഭൂമിയുണ്ടാക്കിയതാണല്ലോ. എൻ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം സംസാരിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവുമായുള്ളവേ, അരിഷ്ട പാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരുമാകുന്നു എന്ന് നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നു എന്നും ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവിന്റെ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് പകരം മരണത്തിന് ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അവൻ നിമിത്തം ക്ഷമിക്കണമേ. നിന്നെയും നിന്റെ വിശുദ്ധയെയും കുറിച്ചുള്ള സത്യാഗ്നിയെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. 126 സങ്കീർത്തനം വാക്യമായി വായിക്കാം. സങ്കീർത്തനം 126. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പം നിറഞ്ഞിരുന്നു. അവർ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ അന്ന് പറഞ്ഞു.
യഹോവ നിങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ പ്രവാസികളെ മടക്കി വരുത്തേണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരിഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കത്തിച്ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എനിക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിലെ പ്രസാദമനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകനായ യേശുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതിനായി ദൈവത്തിന്റെ കുഞ്ഞാടായവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആത്മാവിനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നിന്റെ കൃപാ സന്ദർശനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അന്ധതയെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നതിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഭയ്ക്ക് കീർത്തന പുസ്തകത്തിലെ 58-ാമത്തെ പാട്ട് പാടാം. പഴയ കീർത്തന പുസ്തകത്തിൽ 52, പുതിയ കീർത്തന പുസ്തകത്തിൽ 58-ാമത്തെ പാട്ട്. ഈ സമയം പിടിപ്പെടാൻ നേർച്ച കാണിക്കുകയുള്ളവർ മുൻപോട്ട് വന്ന് സമർപ്പിക്കാവുന്നതാണ്. കീർത്തന പുസ്തകത്തിലെ 58, പഴയതിൽ 52-ാമത്തെ പാട്ട്. സർവം
ആഗമനത്തിന്റെ 3-ാം ഞായറിലേക്കായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന വേദഭാഗങ്ങളെ ഹൃദയോടെ വായിച്ച് കേൾക്കാം. നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പാഠഭാഗം യെശയ്യാപ്രവചന പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 4 വരെയും 8 മുതൽ 11 വരെയുമുള്ള തിരുവചനം. യെശയ്യാപ്രവചന പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 4 വരെയും 8 മുതൽ 11 വരെയുമുള്ള തിരുവചനങ്ങളെ വായിച്ച് കേൾക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുടി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷമ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാനും യഹോവ എന്നെ അയച്ചിരിക്കുന്നു. യഹോവ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നർദ്ദര എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂരന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി ബദ്ധനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. 8 മുതൽ യഹോവയെ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ പകർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെയും അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ കോട്ടിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും യഹോവ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി എഴുതിച്ചിരിക്കുന്നു. ഭൂമി കൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അത് നിറച്ച വിത്തിനെ കിളിപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളെയും കാണുകയും നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചു കഴിഞ്ഞു. ഇന്നത്തേക്കായി നൽകപ്പെട്ടിരിക്കുന്ന ലേഖന പാഠഭാഗം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളെ വായിച്ച് കേൾക്കാം. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദൈവവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്ന വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകല സഹോദരന്മാരെ വിശുദ്ധ ചുമതല വന്ദനം ചെയ്യുവിൻ. കർത്താവാണ് യഹോവ. സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഇവിടെ ലേഖന പാഠവും വായിച്ചു തീർന്നു. സഭയുടെ സുവിശേഷ വേദഭാഗം വായിച്ചു കേൾക്കാം. ഇന്നത്തേക്കായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 8 വരെയും 19 മുതൽ 28 വരെയുമുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 8 വരെയും 19 മുതൽ 28 വരെയുമുള്ള തിരുവചനം.
ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേര്. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവനത്രേ. 19 മുതൽ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പരീക്ഷന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനും അല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നുത്തരം പറഞ്ഞു. ഇത് യോർദാൻ അക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥാനിയിൽ സംഭവിച്ചു. ഇവിടെ സുവിശേഷ പാഠവും വായിച്ചു തീർന്നു. ക്രിസ്തുവേ തിരുവചന സത്യങ്ങളെ ശ്രമിക്കുന്ന നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് എനിക്ക് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഔദ്യോഗികനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിക്കപ്പെട്ട് കന്യകമറിയയിൽ ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ഉയർത്തിയിട്ടുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയിൽ പാപമോചനവും ശരീരത്തിന്റെ പുനരുദ്ധാനവും നിത്യജീവനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയിരിക്കാം. കീർത്തന പുസ്തകത്തിലെ 295 പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കീർത്തന പുസ്തകത്തിലെ 295 പാട്ട്. പുതിയ കീർത്തന പുസ്തകത്തിൽ 323. ഈ സമയം മാസവരി കാണിക്ക അർപ്പിക്കാനുള്ളവർക്ക് മുന്നോട്ട് വന്ന് സമർപ്പിക്കാവുന്നതാണ്. പുതിയ കീർത്തന പുസ്തകത്തിൽ 323, പഴയത് 295 പാട്ട്. Yeah.
പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. ആഗമനത്തിന്റെ 3-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം നേരത്തെ വായിച്ചു കേട്ട 1-ാമത്തെ വേദഭാഗം വിശുദ്ധ യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 4 വരെയും 8 മുതൽ 11 വരെയുമുള്ള വാക്യങ്ങൾ. അതിൽ 10ഉം 11 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിഞ്ഞതുപോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിപ്പിച്ചിരിക്കുന്നു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികൾക്ക് കാണുകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. പല ജീവിത സാഹചര്യങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങയെ ആരാധിപ്പാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനായി ധ്യാനിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായിട്ട് തന്ന ഈ തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, ഈ വചനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ അങ്ങയുടെ ആത്മാവിന് ഞങ്ങളുടെ മേലിൽ പകരണമേ. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയനെയും ഞങ്ങളുടെ ആത്മാവിനെ നിറച്ച് അങ്ങ് വഴി നടത്തണമേ. വചനം കേട്ട് ഹൃദയത്തിൽ നിക്ഷേപിപ്പാനും വചനപ്രകാരം ജീവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ധ്യാനഭാഗം നാം പഠിക്കുമ്പോൾ ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന ജനത്തിന് ദൈവം നൽകുന്ന വിടുതലും സന്തോഷവും പ്രതിപാദിക്കുന്ന വേദഭാഗമാണ്. ബാബിലോണിൽ അടിമത്വത്തിലായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിക്കുന്നു. ആ അടിമത്വത്തിൽ നിന്നും ദൈവം വിടുവിക്കുകയാണ്. ദൈവം അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ നൽകി അവരെ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. അവരോട് ദൈവം സന്തോഷിക്കുവാൻ, ഘോഷിച്ചുല്ലസിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. നാമും അടിമത്വത്തിലായിരുന്നു എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം. നാം അടിമത്വത്തിലായിരുന്നു. പാവമാകുന്ന ആത്മീയമായ അടിമത്വത്തിൽ നാം ആയിരുന്നു. പിശാചിനും അവരുടെ ദൂതന്മാർക്കും നാം വിധേയരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്നും പിശാചിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഭൗതികമായ ഒരു വിടുതൽ പ്രദാനം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ദൈവം നൽകുന്നത് ഭൗതികമായ വിടുതൽ മാത്രമല്ല, ആത്മീയമായ വിടുതലും കൂടെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു നമ്മെ പാപാന്തകാരത്തിൽ നിന്നും വീണ്ടെടുത്ത് നമുക്ക് സ്വാതന്ത്ര്യവും നിത്യരക്ഷയും നൽകുന്നു എന്നുള്ളതാണ് ഈ ക്രിസ്മസ് കാലത്തിൽ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കുന്നത്. നമ്മെ വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുത്ത് നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യുകയാണ്.
പാപാന്ധകാരത്തിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത് ബാബിലോൺ പ്രവാസം പോലെ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അന്ധകാരത്തിലുള്ള ജീവിതം, പാപത്തിലുള്ള ജീവിതം ബാബിലോൺ പ്രവാസം പോലെയാണ്. ബാബിലോൺ പ്രവാസം പോലെ എന്ന് പറയുമ്പോൾ ബാബിലോണിൽ പ്രവാസികളായിരിക്കുന്ന ജനത്തിന് സന്തോഷം നഷ്ടമായി എന്നുള്ളതാണ്. ഹൃദയം തകർന്നിരിക്കുന്നു. തങ്ങൾ മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു ദേശത്ത് അടിമകളായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥ, ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥ. പാപത്തിൽ ഒരുവൻ ജീവിക്കുമ്പോൾ, പാപത്തിലായിരിക്കുമ്പോൾ, അന്ധകാരത്തിലായിരിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യന്റെ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഇന്ന് സമാധാനം എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ദൈവവുമായിട്ട് നാം പറ്റിച്ചേരുന്നുവെങ്കിൽ നമുക്ക് സ്വർഗീയമായ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നാം എപ്പോൾ അകലുന്നുവോ അപ്പോൾ ഹൃദയം തകരുന്ന അവസ്ഥകളാണ്. ഇഹലോകപരമായ പല കാര്യങ്ങളും നമ്മെ തകർക്കുന്നു എന്നുള്ളതാണ്, പരിമിതമായ കാര്യങ്ങൾ. അപ്പോൾ അന്ധകാരത്തിൽ നാം ആയിരിക്കുമ്പോൾ, പാപജീവൻ നാം നയിക്കുമ്പോൾ അത് ഹൃദയം തകരുന്ന ഒരവസ്ഥ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് പലപ്പോഴും പാപത്തെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല, പാപത്തെക്കുറിച്ച് നാം ഉണരാറില്ല. നാം പാപം ചെയ്യുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു പക്ഷേ ഞാൻ പാപം ചെയ്യുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾക്കും നമ്മുടെ മാനസിക പ്രയാസങ്ങൾക്കും കാരണമായിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ പാപ പ്രവൃത്തികളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ബാബിലോണിൽ അടിമകളായിരിക്കുന്ന ജനം ഹൃദയം തകർന്ന അവസ്ഥയിലായിരിക്കുകയാണ്. അവർക്ക് തടവും മുറിവും അവർക്ക് അനുഭവിക്കുന്നതായിട്ട് വരുന്നു. അടിമത്തത്തിലായിരിക്കുമ്പോൾ നമുക്കറിയാം, ജയിലിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ്. തടവിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. ഇവിടെ ജനം തടവിലാണ്. അവർ ശാരീരികമായും മാനസികമായും മുറിവേറ്റിരിക്കുന്നു. പുറമേയുള്ള മുറിവിനേക്കാൾ അവർ അകമേ ഹൃദയപൂർവ്വം വളരെ മുറിവേറ്റിരിക്കുന്നു. മറ്റൊരു കാര്യം, അവർ ദുഃഖത്തിലും കണ്ണുനീരിലും ആയിരിക്കുന്നു എന്നാണ്. ബാബിലോണിലായിരിക്കുന്ന ജനം ദുഃഖത്തിലും കണ്ണുനീരിലും ആയിരിക്കുന്നു. ആർപ്പും ചിരിയും സന്തോഷവും അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ പാപത്തിലായിരിക്കുന്നവന് ഇതൊക്കെ സംഭവിക്കും. ഹൃദയം നുറുക്കത്തിൽ അല്ലെങ്കിൽ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥ നേരിടാം. ആത്മീയമായി തടവിലായിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. ദുഃഖവും കണ്ണുനീരിന്റെ അനുഭവമായിരിക്കാം. എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ അവൻ സന്തോഷവാനായിട്ട് കാണപ്പെടുകയാണ്. ക്രിസ്തുവിൽ മാത്രമാണ് സന്തോഷം. നമ്മുടെ ലേഖന വിഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പില്ലെന്നാണ്. കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് പറയുന്നു. ക്രിസ്തുവിലല്ലാതെ, കർത്താവിലല്ലാതെ നമുക്ക് സന്തോഷിപ്പാനായിട്ട് സാധ്യമല്ല. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ പ്രവാസത്തിൽ നിന്നുള്ള വിടുതൽ, ബാബിലോൺ പ്രവാസത്തിൽ നിന്നുള്ള ജനത്തിന് വിടുതൽ പാപത്തിൽ നിന്നുള്ള വിടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജനം ദൈവത്തിൽ നിന്നും അകന്ന് പാപം ചെയ്ത ഫലമായിട്ടാണ് അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. അപ്പോ പ്രവാസത്തിൽ നിന്നുള്ള വിമോചനം എന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നുള്ള വിമോചനമായിട്ട് നമുക്ക് കാണാം. പ്രവാസികളായിട്ട് അവർ മടങ്ങി വരുമ്പോൾ അവർ വെറുതെ അല്ല മടങ്ങി വരുന്നത്, അവർ അന്ധകാരത്തിൽ നിന്ന് മടങ്ങി വരികയാണ്. അവർ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അനുദപിച്ച് അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് അതിന്റെ ഫലമായിട്ടാണ് അവരെ ദൈവം ബാബിലോണിൽ നിന്ന് വിടുവിക്കുന്നത്. അപ്പോ ബാബിലോണിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയുമ്പോൾ, പ്രവാസത്തിൽ നിന്നുള്ള വിമോചനം എന്ന് പറയുമ്പോൾ അത് അവരുടെ പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. അവർ തങ്ങളുടെ പാപം ദിവസം ഏറ്റ് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അവർക്ക് നേരിട്ട പ്രതികൂലങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് ജനം ദൈവത്തോട് നിലവിളിക്കുകയാണ്. അവർ മാനസാന്തരപ്പെട്ട് നിലവിളിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ മാനസാന്തരം കാംക്ഷിക്കുന്നവരായിട്ട് നാം കാണപ്പെടണം. നമ്മുടെ ജീവിതത്തിലും മാനസാന്തരം ആവശ്യമാണ്. നാം ഓരോ നിമിഷവും
മാനസാന്തരത്തിന്റെ അനുഭവത്തിലായി തീരേണ്ടതായിട്ടുണ്ട്. കാരണം നാം അറിഞ്ഞും അറിയാതെയും പാപം ചെയ്യുന്നുണ്ട്. നാം അറിഞ്ഞും അറിയാതെയും നാം നമ്മോടും സഹമനുഷ്യരോടും ദൈവത്തോടും നാം പാപം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അനുതാപ മാനസാന്തരം നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യം. ഇവിടെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവരെ നഷ്ടപ്പെട്ട ഒക്കെ ദൈവം തിരികെ നൽകിയിട്ടുണ്ട്. മഹാസന്തോഷത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അവർക്ക് രക്ഷയും വീണ്ടെടുപ്പ് ദൈവം പ്രദാനം ചെയ്യുന്നു. അവർക്ക് രക്ഷകനായി യഹോവയായ ദൈവം കൂടെ ഇരിക്കുകയാണ്. യഹോവയായ ദൈവം കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊന്നിന്റെയും ആവശ്യമില്ല. യഹോവയായ ദൈവം രക്ഷിക്കുന്നവനായി അവരോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അവർ വിടുവിക്കുന്നവനായിട്ട് അവരോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതെ, യേശുക്രിസ്തു പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. നിത്യരക്ഷ നമുക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ ധ്യാനഭാഗത്ത് വചനം പറയുന്നത് അവൻ രക്ഷാവസ്ത്രവും നീതിയുടെ അങ്കിയും ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അവൻ രക്ഷാവസ്ത്രവും നീതിയുടെ അങ്കിയും ധരിപ്പിച്ചിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ നീതിയിൽ ജീവിപ്പാനായി ദൈവം പറയുകയാണ്. ഇവിടെ നമ്മുടെ ധ്യാനഭാഗത്ത് നമുക്ക് കാണാം. യെശയ്യാവ് 61:11 വാക്യത്തിൽ അതിന്റെ 2ാം ഭാഗത്ത് നമുക്ക് കാണാം, യഹോവയെ കർത്താവ് സകല ജാതികളും കാണുകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. യഹോവയെ കർത്താവ് സകല ജാതികളും കാണുകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കുമെന്നാണ്. ദൈവം തന്റെ മക്കളിൽ ആഗ്രഹിക്കുന്നത് നീതിയും സ്തുതിയും എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കൾ അനീതി നിറഞ്ഞവരായിട്ട് തീർന്നതിന് ഫലമായിട്ടാണ്, അവർ പാപം ചെയ്ത ഫലമായിട്ടാണ് അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. എന്നാൽ ദൈവം അവരെ നീതിയുള്ളവരായി തീർക്കുകയാണ്. നീതിയും സ്തുതിയും ദൈവം ഉളപ്പിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നീതിയുടെ അനുഭവം ഉണ്ടാകും. നാം നീതി പ്രവർത്തിക്കുന്നവരായിരിക്കുകയാണ്, അനീതി പ്രവർത്തിക്കുന്നവരായിട്ടല്ല. പലപ്പോഴും നാം അനീതി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് നീതി പ്രവർത്തികളാണ്. നീതി പ്രവർത്തികളാണ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന സ്തുതിയാണ്. നീതിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ വായിൽ നിന്ന് സ്തുതിയാണോ വരുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് നീതിയും സ്തുതിയുമാണ്. അത്രമാത്രം നാം ദൈവത്തെ സ്തുതിക്കുന്നു. സകല ജാതികളും നമ്മെ നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതിയുണ്ടോ? നാം നീതിയുള്ളവരാണോ? സമൂഹം നോക്കുമ്പോൾ നാം നീതിയോടെ ജീവിക്കുന്നുണ്ടോ? സമൂഹം നോക്കുമ്പോൾ നാം ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്തുതിക്കുന്നുണ്ടോ? നാം പലപ്പോഴും നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുന്നില്ല. നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പലപ്പോഴും അത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. നാം ദൈവത്തെ സ്തുതിക്കുന്നെന്ന് പറയുമ്പോൾ നാം ദൈവമക്കളെന്ന് മറ്റുള്ളവർ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങളുണ്ട്, നീതി പ്രവൃത്തികളുണ്ട്. പലപ്പോഴും അനീതിയുടെ അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏത് മേഖലയെടുത്താലും ക്രിസ്ത്യ തലങ്ങളിൽ പോലും അനീതി നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവം നമ്മിൽ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മിൽ ദൈവം സൃഷ്ടിക്കുന്നത്, ഉളവാക്കുന്നത് നീതിയും സ്തുതിയുമാണ്. നീതിയും സ്തുതിയും ദൈവം ആഗ്രഹിക്കുന്നു. നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുന്നു? നമ്മുടെ ധ്യാനഭാഗത്ത്, നമ്മുടെ ലേഖനവേദ ഭാഗത്ത് അവിടെ നോക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 4:6 വാക്യത്തിൽ, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടമെന്നാണ്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടമെന്നാണ്. അതെ, ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്. ഇവിടെ നിത്യരക്ഷയുടെ അനുഭവം ക്രിസ്തു പ്രദാനം ചെയ്യുന്നു. രക്ഷാവസ്ത്രവും നീതിയുടെ അങ്കിയും നമ്മെ ധരിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. രക്ഷാവസ്ത്രവും നീതിയുടെ അങ്കിയും നമുക്ക് നൽകിയിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ആ സന്തോഷം,
നഷ്ടപ്പെട്ട ആർപ്പുവിളി, ആനന്ദം നമ്മുടെ ജീവിതത്തിൽ ദൈവം പുനഃസ്ഥാപിക്കുകയാണ്. യേശു വീണ്ടും പ്രത്യക്ഷനാകുന്നു എന്നുള്ളതാണ് ലേഖന ഭാഗത്ത് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷനാകുന്നു. എന്തിനാണ് കർത്താവ് വീണ്ടും വരുന്നത്? രക്ഷ എന്ന പ്രസാദവർഷം പ്രസിദ്ധമാക്കുവാനായിട്ട്, രക്ഷ നൽകുവാനായിട്ട്, രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുവാനായിട്ട് അവൻ വരികയാണ്. ന്യായവിധി എന്ന പ്രതികാര വർഷം പ്രസിദ്ധമാക്കുവാനായിട്ട് അവൻ വരുന്നുവെന്നാണ് പറയുന്നത്. അപ്പൊ കർത്താവ് വീണ്ടും വരുന്നത് രക്ഷ എന്ന പ്രസവ വർഷവും ന്യായവിധി എന്ന പ്രതികാര വർഷവും പ്രസിദ്ധമാക്കുവാൻ അവൻ വരികയാണ്. അവൻ തന്നെ കൈക്കൊണ്ടവരെ വീണ്ടെടുക്കുവാനായിട്ട്, രക്ഷിക്കുവാനായിട്ട് അവൻ ഇതാ വരികയാണ്. അവരെ കൈക്കൊള്ളാത്തവരെ ന്യായവിധിക്കുവാനായിട്ട്, അവരോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇതാ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ഇതാ വരികയാണ്. അവൻ പ്രദാനം ചെയ്ത രക്ഷ നാം ഇപ്രകാരം പ്രാപിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ നാം യഥാർത്ഥമായിട്ട് കൈക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ കൈക്കൊള്ളാത്തവർക്ക് ന്യായവിധി ഉണ്ട് എന്നുള്ളത് ഇവിടെ തിരുവചനം ഉറപ്പിച്ച് പറയുകയാണ്. മാനസാന്തരമില്ലാത്തവർക്ക്, ഒരുക്കമില്ലാത്തവർക്ക് ന്യായവിധി നൽകുന്നു എന്നുള്ളതാണ്. മാനസാന്തരമില്ലാത്തവർക്ക്, ഒരുക്കമില്ലാത്തവർക്ക് അവൻ ന്യായവിധി നൽകുന്നു. നാം നമ്മുടെ മുൻപുള്ള അവസ്ഥകളെ കുറിച്ച് ഉണരുന്നുണ്ടോ? പഴയകാല അനുഭവങ്ങളെ കുറിച്ച് നാം ഉണരുന്നുണ്ടോ? ഇത് എന്തുമാത്രം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നാം പാപികളായിരുന്നിട്ടും, നാം ദോഷികളായിരുന്നിട്ടും, നാം കുറവുള്ളവരായിരുന്നിട്ടും ദൈവം നമ്മളെന്ത് മാത്രം കൃപ കാണിച്ചിരിക്കുന്നു. ദൈവം നമ്മളെന്ത് മാത്രം കരുണ കാണിച്ചിരിക്കുന്നു. കർത്താവിന്റെ ആ സ്നേഹം, നമ്മളുള്ള ദൈവത്തിന്റെ കരുതൽ എന്തുമാത്രം ശക്തമാണ്, എന്തുമാത്രം ഉന്നതമാണ് എന്നുള്ളത് നാം നോക്കണം. നാം പാപികളായിരുന്നിട്ടും നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മെ തന്നെ തന്നെ നൽകി നമ്മെ വീണ്ടെടുത്ത കർത്താവ്, നമ്മെ കരുതുന്ന കർത്താവ്, നാം ആ കർത്താവിന് പ്രകാരം കൈക്കൊണ്ടിരിക്കുന്നു. മാനസാന്തരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ശരിയായ ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ശരിയായ ഒരുക്കമില്ലാത്തവർക്ക് ഇതാ ന്യായവിധി വരികയാണ്. മാനസാന്തരവും ഒരുക്കവും ഇല്ലാത്തവർക്ക് ഇതാ ന്യായവിധി വരുന്നുവെന്നാണ്. നാം മാനസാന്തരപ്പെട്ട് വിശ്വാസത്തോടെ കാത്തിരിക്കുന്നതായിട്ടുണ്ട്. നാം മാനസാന്തരപ്പെട്ട് വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ ധാരാളം അർത്ഥതലങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാനസാന്തരം എന്ന് പറയുമ്പോൾ അനുതാപമാണ്, പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ് മാനസാന്തരം. അതിന് ഒരുപടിയായിട്ട് മുൻപിൽ നമുക്ക് പറയാം, മാനസാന്തരം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അടുത്തേക്കുള്ള മടങ്ങി വരവാണ്. പ്രവാസത്തിലായ ജനം ദൈവത്തിലേക്ക് തിരിയുകയാണ്. അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവത്തിലേക്ക്, കർത്താവിലേക്ക് തിരിച്ചു വരുന്നതാണ് മാനസാന്തരം. നഷ്ടപ്പെട്ടു പോയ മകൻ തന്റെ പാപത്തെക്കുറിച്ച് ഉണർന്ന്, അവൻ സുബോധം വന്നപ്പോൾ അവൻ തന്റെ തെറ്റിനെ കുറിച്ച് ഉണർന്ന് അവൻ മടങ്ങി വന്ന് അപ്പന്റെ കാൽക്കൽ വീണ് അപ്പനോട് പറയുകയാണ്, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി എന്നാണ്. അവൻ മടങ്ങി വരികയാണ്. ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യം. നാം ഏതെല്ലാം തരത്തിൽ പിതാവിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നിരിക്കുന്നു, മടങ്ങി വരുന്നതായിട്ടുണ്ട്. നാം ഏതെല്ലാം തരത്തിൽ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ നാം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു, അപ്പോൾ മടങ്ങി വരുന്നതിനുള്ള ഒരു അവസരമാണ്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്, മടങ്ങി വരുന്നത്. പലപ്പോഴും നാം അതിന് ശ്രമിക്കാതെ നമ്മുടെ ഹൃദയത്തെ കല്ലാക്കാറുണ്ട്. പലപ്പോഴും നാം മാനസാന്തരപ്പെടാറില്ല. എത്രമാത്രം വചനം കേട്ടിട്ടും, നമ്മുടെ തെറ്റുകൾ എത്രമാത്രം ഉണർത്തിച്ചിട്ടും അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത ധാരാളം ഹൃദയങ്ങളുണ്ട്. അവർക്ക് ന്യായവിധി ഇതാ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാനസാന്തരപ്പെടാത്തവർക്ക് രക്ഷ നേടുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിലേക്ക് തിരിച്ചു വരാത്തവർക്ക്, അനുദരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരാത്തവർക്ക്, ക്രിസ്തുവിലേക്ക് മടങ്ങി വരാത്തവർക്ക് ഇതാ ന്യായവിധി ഇതാ വരികയാണ്. കർത്താവ് വീണ്ടും ഇതാ പ്രത്യക്ഷനാകാൻ പോവുകയാണ്. കർത്താവ് ഇതാ വീണ്ടും വരികയാണ്. നാം ഈ ക്രിസ്മസ് കാലത്തിൽ കർത്താവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് ഇതാ ന്യായാധിപതിയായിട്ട് ഇതാ വരികയാണ്. നാം എപ്രകാരമായിരിക്കുന്നു? മാനസാന്തരവും ഒരുക്കും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ശരിയായിട്ട്
നാം ദൈവത്തിലേക്ക് തിരിയുന്നുണ്ടോ? ഏതെല്ലാം തരത്തിൽ നാം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു? പിതാവിനും ഏതെല്ലാം തരത്തിൽ നാം അകന്നു പോയി എന്നുള്ളത് നാം വരേണ്ടതായിരുന്നു. നമ്മുടെ എല്ലാ പാവപ്രവൃത്തികളും ഉപേക്ഷിച്ച് പിതാവിന്റെ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ അവൻ നമ്മെ കൈക്കൊള്ളുകയാണ്. ആ നഷ്ടപ്പെട്ട മകൻ മടങ്ങി വന്ന് അപ്പനോട് തന്റെ പാപങ്ങളെ, തന്റെ പോരായ്മകളെ, തന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുഗമിച്ചപ്പോ പിതാവ് അവനെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വന്നിരിക്കുന്ന തന്റെ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അവൻ തന്റെ വേലക്കാരോട് പറയുന്നു, അവന്റെ കൈക്ക് മോതിരമിടുവിൻ, അവന്റെ കാലിന് ചെരുപ്പിടുവിൻ, തടുപ്പിച്ച കാണാക്കുട്ടിയെ അറപ്പിൻ, വിശേഷതയേറിയ വസ്ത്രം കൊണ്ട് അവനെ ധരിപ്പിപ്പിൻ എന്നാണ് പറയുന്നത്. അവിടെ മഹാസന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു ഭാഗ്യയെ കുറിച്ച് ദൂതന്മാരുടെ മധ്യ സ്വർഗത്തിൽ വളരെ സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുക. ഒരു വ്യക്തി ഇവിടെ മാനസാന്തരപ്പെടുമ്പോൾ അതിന് സന്തോഷം സ്വർഗത്തിലാണ്. ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, മാനസാന്തരം എന്ന് പറയുമ്പോൾ ഞാൻ ശരിയായിട്ട് പറഞ്ഞ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, ദൈവത്തിന് അതിലേക്ക് മടങ്ങി വരുമ്പോ സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യേ വളരെ സന്തോഷമുണ്ടാകുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അനുദപിക്കാത്ത മാനസാന്തരപ്പെടാൻ ധാരാളം പേരുണ്ട്. ചില കാര്യങ്ങളിൽ അനുദപിക്കുന്നവരുണ്ട്, ചില കാര്യങ്ങളിൽ തന്നെ തെറ്റിദ്ധരിക്കും, പക്ഷെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. ചിലരോട് ക്ഷമിക്കും, ചില വ്യക്തികളോട് ക്ഷമിക്കത്തില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ മരിച്ചാലും ക്ഷമിക്കില്ല. ചിലരോട് ക്ഷമിക്കും, ചിലരോട് ക്ഷമിക്കത്തില്ല. ചില കാര്യങ്ങളിൽ നാം മാനസാന്തരത്തിന്റെ അനുഭവത്തിലുണ്ടാകും, ചില കാര്യങ്ങളിൽ മാനസാന്തരമില്ല. എല്ലാ തലങ്ങളിലും ഈ മാനസാന്തരം ഉണ്ടാകും. എല്ലാ തലങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഈ മാനസാന്തരം, അനുതാപം ആവശ്യമായിരിക്കുകയാണ്. നാം ശരിയായ ദൈവത്തിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. നാം മാനസാന്തരപ്പെട്ട് വിശ്വാസത്തോടെ കർത്താവിനെ സ്വീകരിക്കണം എന്നുള്ളതാണ്. കർത്താവിനായിട്ട് നാം കാത്തിരിക്കണം, കർത്താവിനെ സാക്ഷീകരിക്കണം. നാം കർത്താവിലേക്ക് തിരിയാതെ, കർത്താവിനടുത്തേക്ക് വരാതെ നമുക്ക് എങ്ങനെ കർത്താവിനെ സാക്ഷീകരിക്കാനായിട്ട് സാധിക്കും? നാം ശരിയായിട്ട് നമ്മുടെ പിതാവിനെ കുറിച്ച് അറിയാതെ പിതാവിനെ കുറിച്ച് എങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും? നാം കർത്താവിനെ അറിയാതെ കർത്താവിനെ കുറിച്ച് പറയാനായിട്ട് സാധ്യമല്ല. നാം ശരിയായിട്ട് കർത്താവിനെ അറിയണം, ശരിയായിട്ട് നാം അവന്റെ അടുക്കിലേക്ക് വരികണം, പൂർണ്ണമായിട്ട് അവൻ വിശ്വസിക്കണം. നല്ലത് ഹൃദയം പിടിച്ച് പ്രാർത്ഥനയോടും സൗമ്യതയോടും കർത്താവിനായിട്ട് കാത്തിരിക്കുവാനായിട്ട് തിരുവചനം നമ്മോട് പറയുകയാണ്. നല്ലത് നാം ഹൃദയം പിടിക്കണം, തിന്മയല്ല. പലപ്പോഴും ഇന്നത്തെ മനുഷ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ നന്മയ്ക്കെതിരായിട്ട് നിൽക്കുന്ന അവസ്ഥ, പലപ്പോഴും നന്മയ്ക്കെതിരായിട്ട് തിന്മയോട് ചേരുന്ന അനുഭവം പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. തിരുവചനം പറയുന്നു, നല്ലത് മുറുകെ പിടിച്ചുകൊണ്ട് നാം ആയിരിക്കണം എന്നുള്ളതാണ്. നല്ലത് നാം മുറുകെ പിടിക്കണം. നേരത്തെ വായിച്ചതുപോലെ 1 തെസ്സലോനിക്കർ 5:16 പറഞ്ഞതുപോലെ നല്ലത് എന്താണ്? കർത്താവിൽ പോയും സന്തോഷിക്കുന്നതാണ്. എപ്പോഴും സന്തോഷിക്കുന്ന, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന അനുഭവം. നമുക്ക് കർത്താവിൽ പോലും സന്തോഷിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവാണ് നമ്മുടെ ഏക സന്തോഷം. ദൈവം തന്റെ പുത്രനെ നമുക്കായിട്ട് നൽകി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കർത്താവ് നമ്മെ വീണ്ടെടുത്തു, തന്റെ മക്കളാക്കി നമ്മെ തീർത്തു. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ തന്റെ പുത്രനിലൂടെ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്, തന്റെ മക്കളാക്കി നമ്മെ തീർത്തിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറമായിട്ടൊരു നന്മയില്ല. അവന്റെ മക്കളെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നന്മ. അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു അനുഗ്രഹമില്ല. അവൻ തന്റെ മക്കളാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. സ്വർഗീയമായ നന്മകൾക്ക് നമ്മെ അവകാശങ്ങളാക്കി വെച്ചിരിക്കുന്നു, സ്വർഗീയ സമ്പത്തിന് നമ്മെ അവകാശങ്ങളാക്കി വെച്ചിരിക്കുന്നു. അതിനപ്പുറമായിട്ട് നിത്യമായിട്ടുള്ള, അതിനപ്പുറമായിട്ട് മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്വർഗീയമായതിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും സന്തോഷിക്കുന്നവരായിട്ട്, കർത്താവിൽ എപ്പോഴും, വചനത്തിലെപ്പോഴും സന്തോഷിക്കുന്നവരായിട്ട് നാം തീരണം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം. രാത്രി മാത്രമല്ല, രാവിലെ മാത്രമല്ല, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം. എന്ന് പറയുമ്പോൾ ഇടപെടാതെ ദൈവത്തോട് സംസാരിക്കുന്നവരായിട്ട് തീരണം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സംസാരമാണ്. നാം നമ്മുടെ അപ്പനോടും അമ്മയോടും സംസാരിക്കുന്ന പോലെ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ സാധിക്കുന്നത്. കാറ്റഗിസത്തിൽ പ്രാർത്ഥനയ്ക്ക് നിർവചനമുണ്ട്. പ്രാർത്ഥന ഒരു ആരാധനയാകുന്നു,
നമ്മുടെ വാങ്ങിയ വാക്കുകളും ഹൃദയത്തിന്റെ ജ്ഞാനവും കൊണ്ട് നാം ദൈവത്തിന് നന്ദി സ്തോത്രം അർപ്പിക്കുന്നത് കൂടാതെ നാം നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനയും ദൈവത്തോട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വലിയ അർത്ഥമുണ്ട്. വെറും ചടങ്ങായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല, വെറുതെ വായുകൊണ്ടുള്ള ജൽപ്പന മാത്രമല്ല, ഹൃദയപൂർവ്വമുള്ള പ്രാർത്ഥന. ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഇടപെടാതെ ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവം, എന്ത് കാര്യമായാലും ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവം. നാം നമ്മുടെ മാതാപിതാക്കളോട് കൂടെ സംസാരിക്കുന്ന പോലെ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം ഒരു ദിവസം എത്ര പ്രാവശ്യം ദൈവത്തോട് സംസാരിക്കുന്നു? ഒരു ദിവസം നാം എത്ര മാത്രം ദൈവത്തോട് സംസാരിക്കുന്നു? ഈ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമയം തീർത്തില്ല. ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് നാം തുടങ്ങിയാൽ നമുക്ക് സമയം പോകുന്ന അറിയാനായിട്ട് സാധ്യമല്ല. ഇന്ന് പറയാറുണ്ട് പലരും, ആരാധന സമയം നീണ്ടു പോകുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷേ മനസ്സോടെ ആരാധിക്കുവാൻ നാം വരുന്നില്ലെങ്കിൽ ഈ സമയമൊന്നും തികയത്തില്ല. ഈ സമയമൊക്കെ കുറവായിട്ട് തോന്നും. നാം എത്രമാത്രം മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്നു. ഓരോ ദിവസവും 24 മണിക്കൂർ നമുക്ക് ലഭിക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തോട് സംസാരിക്കുന്നു, കർത്താവിനോട് നാം എത്രമാത്രം സംസാരിക്കുന്നു. ദിവസവും രാവിലെ എണീറ്റ് നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ, ഓരോ സമയവും നമുക്ക് ലഭിക്കുന്ന സമയത്തൊക്കെ ഇടപെടാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് പറയുമ്പോൾ അത് നിവർത്തിക്കപ്പെടുകയാണ്. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുകയാണ്. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നാം സ്വർഗത്തിൽ നോക്കുന്നു. നാം എപ്പോഴും അവനെ അന്വേഷിക്കുമ്പോൾ നാം ബുദ്ധിയുള്ളവരായി തീരുകയാണ്. യഹോഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. യഹോവയെ അന്വേഷിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും വലിയ ജ്ഞാനിയാണ്. പൗലോസ് പറയുന്നു, വകയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിനെ അറിയുന്ന ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. അതാണ് ഏറ്റവും ഉന്നതം. ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് ആരറിഞ്ഞിട്ടുണ്ടോ അവനെ യഥാർത്ഥ ജ്ഞാനി. മറ്റുള്ള സെക്യുലർ ജ്ഞാനമല്ല. ദൈവിക ജ്ഞാനം ആർക്കുണ്ടോ, ക്രിസ്തുവിനെ അറിയുന്ന ജ്ഞാനം ആർക്കുണ്ടോ അവനാണ് യഥാർത്ഥ ജ്ഞാനി. ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുമ്പോൾ കേട്ടറിവല്ല, മറ്റുള്ളവർ പറഞ്ഞറിവല്ല, സ്വയമായിട്ട് അവനെ അറിയുന്ന അനുഭവം, അവനെ കണ്ടറിയണം. ഇവിടെ ഇടപെടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുമെന്നാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും നാം സ്തോത്രം ചെയ്യുന്നുണ്ടോ? ഓരോ ദിവസം എന്തുമാത്രം നന്മകൾ നമുക്ക് ലഭിക്കുന്നു. നാം രാവിലെ എണീറ്റത് മുതൽ നാം ഭക്ഷണം കഴിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു. നാം പ്രാപിച്ചിരിക്കുന്ന എല്ലാം ദൈവം തന്നതാണ്. നാം ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ധരിക്കുവാൻ വസ്ത്രം പോലും ഇല്ലാതെയാണ് നാം ജനിച്ചത്. ഒന്നുമില്ലാതെയാണ് നാം ഭൂമിയിലേക്ക് വന്നത്. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതെല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളിലൂടെ ആയിരിക്കാം, നമ്മുടെ അധ്വാനങ്ങളിലൂടെ ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ ആരുടേതാണ്? ആരുടെ വകയാണ്? ദൈവത്തിന്റെ വകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ നാം ഇടപെടാതെ അവന് സ്തോത്രം ചെയ്യണം, അവന് നന്ദി പറയണം. അതെ, ഇടപെടാതെ എല്ലാറ്റിനും നാം സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും നാം സ്തോത്രം ചെയ്യണം. ഇതാണ് നിങ്ങളെ കുറിച്ച് യേശു ക്രിസ്തുവിൽ ദൈവേഷ്ടം. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം പറയുന്നു, ആത്മാവിനെ നശിപ്പിക്കരുത്, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിക്കുന്നതാണ്. നല്ലത് മുറുകെ പിടിപ്പിക്കുന്നു, സകലവിധ ദോഷവും വിട്ടകലുവിനെന്ന് ഇവിടെ പറയുകയാണ്. സകലവിധമായ ദോഷം വിട്ടകന്ന് നല്ലത് മുറുകെ പിടിക്കുവാനായിട്ട് പറയുകയാണ്. അവൻ നമ്മെ അവന്റെ സാക്ഷികളാക്കി ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. അവന്റെ മക്കളായി ജീവിപ്പാൻ, അവനെ കുറിച്ച് പറവാൻ, തന്നെ കുറിച്ച് പറവാനായിട്ട് അവൻ നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിന് സാക്ഷ്യം നൽകുന്നു. യേശുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് അയക്കപ്പെട്ടവനാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്നു, നീ ആരാണ്? നീ ക്രിസ്തുവാണോ? നീ ഏലിയാവാണോ? നീ ആ പ്രവാചകനാണോ? അപ്പോ യോഹന്നാൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയാവല്ല, ഞാൻ ആ പ്രവാചകനുമല്ല. ഇവിടെ സ്വന്തം മഹത്വം അവിടെ യോഹന്നാൻ നോക്കുന്നില്ല. അവിടെ സ്വന്തം മഹത്വമല്ല, ദൈവമഹത്വമാണ് അവിടെ യോഹന്നാൻ വാഞ്ചിക്കുന്നത്. ഇന്ന് ഉള്ള പ്രാസംഗികരെ നമുക്ക് നോക്കാം. കൺവെൻഷൻ പ്രാസംഗികരായാലും സഭാപുരോഹിതന്മാരായാലും സ്വന്തം മഹത്വമാണ് പലപ്പോഴും അന്വേഷിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, കൺവെൻഷൻ യോഗങ്ങളായാലും പ്രാർത്ഥന കൂട്ടായ്മകളിലായാലും ഫോട്ടോ വെച്ച് ഫ്ലക്സ് വയ്ക്കണം എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും മനുഷ്യന്റെ മഹത്വമാണ് പലപ്പോഴും മനുഷ്യൻ നോക്കുന്നത്, സ്വന്തം മഹത്വം ഇന്ന് അന്വേഷിക്കുന്നു. ഇവിടെ യോഹന്നാൻ ദൈവം അയച്ച ദൈവത്തിന്റെ ദൂതനാണ്. യോഹന്നാൻ എന്തുമാത്രം പ്രായം ധരിക്കുന്നു. അവൻ പറയുന്നു, ഞാൻ ആരുമല്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം ഞാനാകുന്നു.
ഞാൻ നിങ്ങൾ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്, അവന്റെ ചെരുപ്പിലെ വാറ് കുഞ്ഞയപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നവിടെ യോഹന്നാൻ പറയുക. എന്തുമാത്രം യോഹന്നാൻ സ്നാപകൻ തന്നെ താഴ്ത്തുന്നു എന്നുള്ളതാണ്. എന്തുമാത്രം താഴ്ത്തുന്നു. അവിടെ സ്വന്തം മഹത്വമല്ല, ദൈവമഹത്വമാണ് അവിടെ യോഹന്നാൻ നോക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷീകരിക്കുകയാണ്. എന്നിലും വലിയവൻ ഇതാ വരുന്നുവെന്ന് അവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്. നാം യോഹന്നാൻ സ്നാപകനെ പോലെ കർത്താവിനെ സാക്ഷീകരിപ്പാനായിട്ട് അയക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. കൃപയാൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഒരുക്കി അതിനെ നമ്മെ സഹായിക്കുകയാണ്. കർത്താവിനെ സാക്ഷ്യം പറയാൻ ദൈവ കൃപയാൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഒരുക്കുകയാണ്. നമ്മുടെ വാക്കുകളിലൂടെ മാത്രം നാം സാക്ഷീകരിച്ചാൽ പോരാ, നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാകണം. പലപ്പോഴും വാക്കുകളിലൂടെ നാം ധാരാളം പറയാറുണ്ട്, പക്ഷേ ജീവിതം നോക്കുമ്പോൾ ജീവിതത്തിലൊന്നുമില്ല. വിശ്വാസികൾ മാത്രമല്ല, സുരക്ഷകളെ നോക്കിയാലും പലപ്പോഴും അത് കാണാം. പ്രവൃത്തിയൊന്ന് പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. എന്നാൽ അതല്ല, രണ്ടും ഒരുപോലെ ആയിത്തീരേണ്ടതായിട്ടുണ്ട്. കർത്താവിനെ നാം സാക്ഷീകരിക്കുമ്പോൾ ആ സാക്ഷ്യം നമ്മുടെ വാക്കുകളിലൂടെ, വചനത്തിലൂടെ നാം പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും ആ സാക്ഷ്യം ഉണ്ടാകണം. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറണം. കർത്താവിനെ സാക്ഷീകരിക്കുന്നവരായി നാം തീരണം. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ പുറത്തുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ, നമ്മുടെ പെരുമാറ്റം എങ്ങനെ, നമ്മുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെ, പുറത്തുള്ള സമൂഹത്തിലുള്ള ആൾക്കാരോട് നമ്മുടെ ബന്ധം എങ്ങനെ, സഭയിലുള്ള മറ്റുള്ള അംഗങ്ങളോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ, സാക്ഷ്യമാണോ നാം കൊടുക്കുന്നത്? കർത്താവിനെ നാം സാക്ഷീകരിക്കുന്നുണ്ടോ? കർത്താവിനെ യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് നാം സാക്ഷീകരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷീകരിച്ച ധാരാളം പേര് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോട് കൂടെ നടന്ന ധാരാളം പേര് ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നു. ദൈവത്തോട് കൂടെ നടന്ന, ദൈവത്തിന് മക്കളായി ജീവിച്ച, അവരെ സാക്ഷീകരിച്ച ധാരാളം പേരുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ആ സാക്ഷ്യം നമുക്ക് മാതൃകയാണ്. യോഹന്നാൻ സ്നാപകൻ എപ്രകാരം കർത്താവിനെ സാക്ഷീകരിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ വെറും ഒരു ശബ്ദം മാത്രമാണെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രമാണ് ഞാനെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നു. യെശയ്യാവ് പ്രവാചകൻ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം ഞാനാകും. ഞാൻ വെറും ഒരു ശബ്ദം മാത്രമാണ്, ഞാൻ ഏതുമില്ല എന്ന് യോഹന്നാൻ പറയും. യോഹന്നാൻ സ്നാപകൻ എന്തുമാത്രം എളിമയുള്ളവനായിട്ട് കാണപ്പെട്ടു, എന്തുമാത്രം താഴ്മയോടെ ജീവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവൻ നോക്കിയാൽ നമുക്ക് കാണാം. പലപ്പോഴും നാം എപ്രകാരം അതായത് ഇരുന്നുണ്ടോ, ഇതുപോലെ നമ്മുടെ ജീവിതം താഴ്മയുള്ള സാക്ഷ്യമുള്ളതായിട്ട് തീരുന്നുണ്ടോ എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മെ വീണ്ടെടുത്ത വിധങ്ങളെ നാം അറിയണം. പാപാന്തകാരത്തിൽ നിന്നും ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ വീണ്ടെടുത്തു. നഷ്ടപ്പെട്ട സ്ഥലവും നമുക്ക് നൽകി. നമ്മെ സർവ്വ നന്മകളാലും നിറച്ചിരിക്കുകയാണ്. നിത്യരക്ഷ നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. കർത്താവ് ഇതാ പ്രത്യക്ഷനാകാനായിട്ട് പോവുകയാണ്. കർത്താവ് വീണ്ടും വരികയാണ്. അവൻ വരുമ്പോൾ അവനെ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ശരിയായിട്ട് മാനസാന്തത്തോടു കൂടെ നമുക്ക് ഒരുങ്ങാം. പൂർണ്ണ വിശ്വാസത്തോടു കൂടെ നമുക്ക് ഒരുങ്ങാം. പൂർണ്ണ സാക്ഷ്യമുള്ള ജീവിതത്തോടു കൂടെ നമുക്ക് അവനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ ഇവരെയും സഹായിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിപ്പോൾ ധർമ്മശേഖര വാക്യം ചൊല്ലിക്കാം. ദൈവമേ
സ്വർഗത്തിൽ അഭ്യസിക്കുന്ന ഞങ്ങളുടെ കാരണവാനായിരുന്നു അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അന്ന് നിങ്ങളെ കേൾപ്പിച്ച ഈ വചനങ്ങൾക്കാൽ നല്ല ഞങ്ങൾ വചനങ്ങളെ ക്ഷമിപ്പാൻ വചനപ്രകാരം നിങ്ങൾ ക്ഷമിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യഥാർത്ഥമായി അനുതാപത്തോടുകൂടെ മാനസാന്തത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ അങ്ങനെയായി ഒരുങ്ങുവാൻ അങ്ങനെ സ്വീകരിപ്പാതക്കവണ്ണം ഒരുങ്ങുവാൻ അന്ന് ഞങ്ങളെ സഹായിക്കണം. രക്ഷിതാവ് ഞങ്ങൾ അങ്ങയുടെ മക്കളെ ഉണർന്നുകൊണ്ട് യഥാർത്ഥമായ രീതിയിൽ ഞങ്ങൾ ജീവിപ്പാൻ അന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ സാക്ഷീകരിപ്പാൻ അന്ന് ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, ഞങ്ങൾ ജീവിതങ്ങൾ കൊണ്ട് അങ്ങ് സാക്ഷീകരിപ്പാൻ വചനത്തിലൂടെ അങ്ങ് സാക്ഷീകരിപ്പാൻ ജീവിത അനുഭവങ്ങളിലൂടെ അങ്ങ് സാക്ഷീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവങ്ങളുടെ ശക്തിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും ബന്ധപ്പെട്ട് പാർക്കണമേ. വ്യക്തിപരമായി കുടുംബമായി ഓരോരുത്തരും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവേ, ഓരോ ഉള്ളത്തിലെയും പ്രാർത്ഥനകൾ കർത്താവ് അറിയുന്നുവല്ലോ. ഓരോ കുടുംബത്തിലെയും അവസ്ഥകൾ കർത്താവ് കാണുന്നുവല്ലോ. ഓരോ ഉള്ളത്തിലെയും പ്രാർത്ഥനകൾ തൊട്ടവണ്ണം ഓരോ കുടുംബത്തിലെയും അവസ്ഥകൾ തൊട്ടവണ്ണം നമ്മൾ പ്രവർത്തിക്കണം. രക്ഷിതാവേ, ഞങ്ങളുടെ സഭയിൽ വാർഷിക അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും വാർഷിക സ്ഥലമായിരിക്കുന്നവരെയും പ്രയാസങ്ങളിലുമായിരിക്കുന്നവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാർഷിക സ്ഥലമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കണമേ. വാർഷികത്തിലും ഫലം കാണിക്കാൻ ഞങ്ങളുടെ സാക്ഷികളായി വിശ്വാസസ്ഥിരത പ്രകടിപ്പിക്കാൻ ഇടയാക്കണമേ. ദൈവമേ, മുതിർന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അന്യപരാഗത്തിലാണ് അങ്ങോട്ട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ ഇടപെടാതെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, ഇടപെടാതെ സംസാരിക്കുന്നവരാണ്, അങ്ങനെയോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നവരായി കാണപ്പെടുവാൻ സഹായിക്കണമേ. പരിശുദ്ധ ഞങ്ങളുടെ യൗവനക്കാരെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യൗവനക്കാരെ മക്കളെ കടാക്ഷിക്കണമേ. ഈ ലോകത്തിൽ അനുപരാകാതെ കർത്താവിന്റെ വചനങ്ങളെ കൈക്കൊണ്ട് കർത്താവിനെ അനുഗമിപ്പാൻ കർത്താവിന്റെ വചനങ്ങൾക്ക് അനുപരായി തീരുവാൻ സഹായിക്കണമേ. ഈ ലോകവും അനുലോകവും മാറിപ്പോകുന്നുവല്ലോ. ദൈവേഷ്ടം ചെയ്യുന്നവർ എന്നേക്കും ഇരിക്കുമെന്ന് വചനത്തിലൂടെ ഞങ്ങൾ പഠിക്കുന്നു. ഞങ്ങൾ ഇഷ്ടം ചെയ്യുന്നവരായി തങ്ങളുടെ യൗവനം അർത്ഥപൂർണ്ണമാക്കി തീർക്കുന്നവരായി കാണപ്പെടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ വിദ്യാർത്ഥികളെ ഓർക്കുന്നു, കൈകുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ വചന പരിജ്ഞാനത്തിൽ വളരുവാൻ ഗാനദീപവും പാർട്ടിക്ക് പ്രകാശവുമാകും വചനം പഠിച്ച് വചനത്തിൽ വേരൂന്നി വളരുവാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങേ അന്വേഷിക്കുന്ന, അങ്ങ് സ്നേഹിക്കുന്ന, അങ്ങേ ആരാധിക്കുന്ന, അങ്ങ് സേവിക്കുന്ന പുതിയ തലമുറ ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ രൂപപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ കർത്താവേ, രോഗത്താൽ പാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഈ സമയം ഓർക്കും. എന്ത് രോഗമായാലും അത് മാറ്റുവാൻ അങ്ങ് ശക്തനായി കൂടെ ഇരിക്കുമല്ലോ. രോഗത്താൽ പാരപ്പെടുന്ന മക്കളെ കടാക്ഷിക്കണമേ. പൂർണ്ണമായിട്ട് രോഗസൗഖ്യം അങ്ങ് പ്രദാനം ചെയ്യണമേ. മാനസിക പ്രയാസങ്ങളിലായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. പുറത്തു പറയാൻ സാധിക്കാത്ത ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരോട് പ്രത്യേകിച്ച് ദൈവമേ, മക്കളിലത് ഭാരപ്പെടുന്ന ദമ്പതികളെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. ദൈവ മാനസിക പ്രയാസങ്ങളിലായിരിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീക്കണമേ. ആകുല ചിന്തകളെ കണ്ടെത്തണമേ. സ്വർഗീയമായ സന്തോഷവും സമാധാനവും ഓരോ ഉള്ളങ്ങളെ ഭരിപ്പാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാമ്പത്തികമായി ദുരിതത്തിലായിരിക്കുന്നവരോ കടഭാരങ്ങളിലായിരിക്കുന്നവരോ സാമ്പത്തിക കഷ്ടതകളെ നീക്കണമേ. സാമ്പത്തിക വിരിക്കങ്ങളെന്ന് മാറ്റണമേ. ശരിയായ ഉപജീവന മാർഗങ്ങളെന്ന് തുറന്നു നൽകണമേ. ശരിയായ വരുമാന മാർഗങ്ങളെന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളും ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ ഈ കാച്ചാണി ഗോസ്ബൽ ലൂതറൻ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഒരു സഭ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ സഭ ദൈവമേ, അത് ഏറ്റവും വളരുവാൻ അതുകൊണ്ട് സഹായിക്കണമേ. ആത്മീയമായും ഭൗതികമായും വളർന്ന് പദ്ധതിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രമാത്രം ഞങ്ങളെ നടത്തി ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും കർത്താവ് ഞങ്ങളെ പണിക്ക് അവശേഷിക്കുന്നുവല്ലോ. പണികൾ പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക ആഗ്രഹങ്ങളെ തുറക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് പുതിയ ആലയത്തിലായതുകൊണ്ട് നിങ്ങൾ സന്ദർശിപ്പാൻ കർത്താവെ സഹായിക്കണമേ, എന്ന് പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദേശത്തെയും ദേശവാസികളെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ കാണുക, അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ പ്രാപിപ്പാൻ ദേശവാസികളെ സഹായിക്കണമേ. ഈ ദേശത്തിന്റെ ആത്മാവിനെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഇവിടെ അങ്ങനെ സന്നിധി പിടിപ്പടം നേർച്ചയായിട്ട് സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമകളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അനുഗ്രഹത്തിന്റെ കാര്യം സർവശക്തിയുള്ള കാര്യത്തിലേക്ക് നിരക്ക് വയ്ക്കണമേ. അങ്ങ് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചുവല്ലോ. പുതിയ വയസ്സ് ദൈവമേ അനുഗ്രഹത്തിന്റേതും നന്മയുടേതും സമർപ്പിതമാക്കി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പിടിപ്പടം എന്ന ഉദ്ദേശത്തോടു കൂടെ നേർച്ചയായി നൽകിയിരിക്കുന്നുവെന്ന് കർത്താവ് കാണുന്നുവല്ലോ. ദൈവങ്ങളുടെ നേർച്ചകളെ കാണണമേ, അവരെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെയും മകളുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പരിപാലിക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ പിതാവേ, ഉള്ള ഭാഗത്തിൽ കൂടെയിരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ശ്രമിക്കരുത്. പുതിയ പുസ്തകത്തിൽ 321 പാട്ടുപാഠം, വലിയ പുസ്തകത്തിൽ 568 പാട്ട്. പുതിയ പുസ്തകത്തിൽ 321 പാട്ട്, വലിയ പുസ്തകത്തിൽ 568 പാട്ട്. Amen.
കാണിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മാസൂരി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ സിറിൽ ലസീദാസ് ആൻസിൽ, ക്രിസ്തുദാസ് ആൻസിൽ, ചാൾസ് കാച്ചാണി, റസലേൻ പീപ്പിൾസ് നഗർ, റവറൻഡ് ആർ എസ് മനോജ് മിഷൻ വീട്, ഷെർബ പീറ്റർ കാക്കുള്ളി, ശമുവേൽ കാക്കുള്ളി, ദീപു ലിമിസ്റ്റൻ, സൂര്യരാജ് നവജീവൻ, പ്രദീപ് കുമാർ ഉമ്മാകോണം, അന്നമ്മ കുന്നാമ്പാറ, ലത കാക്കുള്ളി, അഭിഷേക് എസ് എസ് മലയിൽ. ആലയത്തിലെ നിർമ്മാണങ്ങൾക്കായിട്ട് കവർ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ യേശുദാസ് കുന്നാമ്പാറ, സുരേഷ് കുമാർ കൈപ്പള്ളിക്കോണം, ശശിധരൻ കളത്തുകാർ, സിറിൽ ലസീദാസ് ഉലിവ്, ക്രിസ്തുദാസ് ആൻസിൽ. വിശേഷാൽ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ ഇഷ ദീപു, ദീപ ഷാലിൻ, ജന്മദിന കാണിക്ക വർഷ, സ്തോത്ര കാഴ്ച സുരേഷ് കുമാർ കൈപ്പള്ളിക്കോണം, ലത. വിശേഷൽ കാണിക്ക സജികുമാർ ക്രിസ്തുഭവൻ, മുൻ സെക്രട്ടറി ഐ ദേവദാസ്, സുന്ദരി ഇവരുടെ മകൾ സുശീല 44 വിവാഹ വാർഷിക കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. വർഷാന്ത്യ കവർ കാണിക്കകൾ കുറച്ച് വന്നിട്ടുണ്ട്. അത് 31-ാം തീയതിയുള്ള ആരാധനയ്ക്ക് തരാനുള്ളതാണ്. അന്നമ്മ, ബെൽസൻ, വിശാലകുമാരൻ. നാലാം വിവാഹ വാർഷിക കാണിക്ക രാജേഷ് എസ് പി, പ്രീജ കളത്തുക. ജന്മദിന കാണിക്ക പ്രതീക്ഷ ആൻഡ് പ്രദീപ്. ബിൽഡിംഗ് ഫണ്ടിന്റെ കാണിക്ക മഞ്ജു എസ് തുണ്ടത്ത്. നമുക്ക് പ്രാർത്ഥന. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദാതാവായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അങ്ങങ്ങൾക്ക് പ്രദാനം ചെയ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അങ്ങയുടെ പ്രാകാരം ചെലവിട്ട ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഗോമല്ല. അപ്രകാരം ഈ ദിവസത്തെ ഈ സമയത്ത് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയതിനായി നന്ദി പറയുന്നു. ദൈവമേ, നമ്മുടെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി കുടുംബമായി അനുഗ്രഹിക്കണം. ആരാധനയ്ക്ക് വരുവാൻ സാധിക്കാതെ ഭവനങ്ങളിലും പലയിടങ്ങളിലും ആയിരിക്കുന്നവരെ ഞങ്ങൾ സമയം ഓർത്തു. ഓൺലൈനായിട്ട് ആരാധന പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തു. അവരുടെ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും പ്രാർത്ഥനകളിലും കൂടെ ഇരിക്കണമേ. ദൈവം ഞങ്ങളുടെ സന്നിധിയിൽ പ്രിയമക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ മൗത്യമേറിയ ശിക്ഷകൾക്കായി ഞങ്ങളത് പ്രയോജനപ്പെടുത്തുവാനും ഇടയാക്കണം. കൂടുതലായിട്ട് നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും നൽകണം. പരിശുദ്ധ കർത്താവെ, മാസൂരി കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഓർത്തു. ഒരു മാസക്കാലം അങ്ങ് നൽകിയ നന്മയുടെ ഭാഗം ദശാംശമായി സമർപ്പിക്കാൻ കുടുംബങ്ങളെ സഹായിച്ചതേക്കായി കൂടുതൽ നന്മകളായും അനുഗ്രഹങ്ങളായും പരിപാലിക്കണം. പരിശുദ്ധ പിതാവെ, ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കവർ കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോ, അവർക്ക് നൽകിയിരിക്കുന്ന ആലയത്തെക്കുറിച്ചുള്ള ആ കരുതലിനായി, ആലയത്തെക്കുറിച്ചുള്ള എരിവിനായി, വാഞ്ചിക്കാനും നന്ദി പറയുന്നു. ദൈവം ഈ കവർ കാണിക്കകളെ സ്വീകരിക്കണമേ. ഇനി കൂടുതലായി ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തീരുവാനും സഹായിക്കണം.
പരിശുദ്ധ കർത്താവെ വിശിഷ്ടായി കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സജികുമാർ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഗൾഫിലായിരിക്കുന്ന സജികുമാറിനെ കുറ്റം പ്രാർത്ഥിക്കണമേ. താനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ സ്വർഗീയ സംരക്ഷണവും കരുതലും അനുഭവിക്കാൻ ഇടയാകണമേ. ദൈവമേ, ആത്മീയ നന്മകളും ഭൗതികമായ അനുഗ്രഹങ്ങളും ദൈവത്തിൽ പ്രദാനം ചെയ്യണമേ. ദൈവമതിന്റെ നാട്ടിലായിരിക്കുന്ന കുടുംബത്തെയും ഓർക്കുന്നു. ദാനങ്ങൾ നൽകിയിരിക്കുന്ന പൈതങ്ങളെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താൻ ദൂരെയാണ്, അകലെയാണെന്ന് ഓർത്ത് ഭാരപ്പെടാതെ കർത്താവ് സമീപസ്ഥനാകുന്നു, തന്നോട് കൂടെ ഉണ്ട്, തന്റെ കുടുംബത്തിന്റെ കൂടെ അവൻ വസിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് കർത്താവിൽ ബലപ്പെടുവാൻ ഇടയാകുന്നത് ഉദ്ദേശത്തോടു കൂടെ കാണിക്കുന്ന അറിഞ്ഞിരിക്കുന്നു എന്നങ്ങ് അറിയുന്നുവല്ലോ. അതിനെതിരാഗ്രഹം പൂർത്തവണ്ണം, പ്രാർത്ഥനകൾ പൂർത്തവണ്ണം എന്ന് പ്രവർത്തിക്കണം. പരിശുദ്ധ കർത്താവെ വിശിഷ്ടായി കാണിക്കുന്ന അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് പ്രിയ കുടുംബനാഥെ പ്രാർത്ഥിക്കുന്നു. ഇത് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവമേ, അന്ന് കൃത്യം പ്രാർത്ഥിക്കണമേ. ഈ കുടുംബനാഥയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കണമേ. ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ, ഉയർച്ച പ്രാപിക്കാൻ സഹായിക്കണമേ. ആത്മീയ നന്മകൾ നൽകണമേ. കുടുംബാംഗങ്ങളെ ഓർക്കുന്നു, പ്രത്യേകിച്ച് മകളെ ഓർക്കുന്നു. ഇതിനെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന കാണിക്ക് അതിനെ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ ശിഷ്യായി കാണിക്ക് നൽകിയിരിക്കുന്ന സുരേഷ് കുമാർ എന്ന ഈ കുടുംബനാഥരോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അത്ഭുതകരമായി, അതിശയകരമായി ഇതുവരെയും വഴി നടത്തിയതോട്ട് നന്ദി പറയുന്നു. ശാരീരികമായ പ്രയാസങ്ങൾ, ക്ഷീണതകൾ, ബുദ്ധിമുട്ടുകൾ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനത്തിന് ഫലം കായ്പാൻ ഞങ്ങളുടെ സാക്ഷിയായിട്ട് ശോഭിപ്പാൻ ഇടയാക്കണമേ. മൃതരായ അദ്ദേഹത്തിന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിക്കുന്ന പ്രയോജനപ്പെടുത്തുന്ന മരുന്നുകളിലൂടെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥവും ദാനങ്ങളിൽ നൽകിയിരിക്കുന്ന നമ്മളിലും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന കാണിക്കை സ്വീകരിക്കുന്നു. പരിശുദ്ധ കർത്താവെ, 4ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രാജേഷിനെയും പ്രീതിയെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മക്കളുടെ ഈ 4 വർഷത്തെ ദാമ്പത്യ ജീവിതം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. ഈ 4 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ കർത്താവെ, പ്രിയ മക്കൾക്ക് പ്രദാനം ചെയ്ത ആത്മീയവും ഭൗതികവുമായ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രധാന പാഠ്യമൊക്കെ അവർ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, പുതിയ വർഷം അനുഗ്രഹത്തിന്റെയും നന്മയുടേതും സമർപ്പിതമാക്കി നൽകണമേ. നൽകിയിരിക്കുന്ന കാണിക്കை സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, 44ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സുശീല എന്ന കുടുംബനാഥയെയും കുടുംബത്തെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 44 വർഷത്തെ ആ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം കർത്താവ് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ചു നോക്ക് എന്ന് പറയുന്നു. കർത്താവിന്റെ കൃപ എല്ലാ തലങ്ങളിലും കൂടെ എന്ന് പറഞ്ഞു. നൽകിയിരിക്കുന്ന നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി കർത്താവെ, അവർക്ക് ദാനമായിട്ട് നൽകിയ പൈതങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ കുടുംബനാഥനെയും സമീപം അവരുടെ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും കൂടെ ഇരിക്കണമേ. ദൈവ വ്യക്തിപരമായി കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന കാണിക്കை സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, ശിഷ്യായി കാണിക്ക് നൽകിയിരിക്കുന്ന ജന്മദിന കാണിക്ക് നൽകിയിരിക്കുന്ന പ്രതീക്ഷ ആൻഡ് പ്രദീപിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയമകളെ ഒരിക്കൽ കൂടെ അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജനിച്ച നാൾ മുതൽ ഇതുവരെയും നന്ന് പ്രിയമയുടെ മേൽ പകർന്ന എല്ലാ നന്മകൾക്കായിട്ട് നന്ദി പറയുന്നു. പുതിയ വയസ്സ് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി എന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള എൻ്റെ ബുദ്ധിയും ജ്ഞാനം, കൃപകളും വരങ്ങളും താഴ്ന്നകളും നൽകണമേ. നൽകിയിരിക്കുന്ന കാണിക്ക് സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, വിശിഷ്ടായി കാണിക്ക് നൽകിയിരിക്കുന്ന ബെൽസനെയും ശരകുമാരിയും എന്ന പ്രിയ കുടുംബനാഥയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇതിനെ പ്രിയ കുടുംബനാഥനെ ഓർക്കുന്നു. ബെൽസൻ എന്ന പ്രിയ കുടുംബനാഥനെ കുറിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കൊടുത്തിരിക്കുന്ന ദൈവഭയത്തിനായി, ദൈവാശ്രയത്തിനായി, പ്രാർത്ഥന ജീവിതത്തിനായി പറയുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബനാഥനായിട്ട് ജീവിക്കാനായിട്ട് സഹായിക്കുന്നുവല്ലോ. അംഗത്തോളം നമ്മളുടെ ആശ്രയത്തിലും നമ്മളുടെ പ്രത്യാശയിലും ബന്ധത്തിലും മുന്നേറുവാനായിട്ട് സഹായിക്കണമേ. കുടുംബനാഥയും ദൈവമേ, കുടുംബനാഥ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ശാരീരികമായ പ്രയാസങ്ങൾ കർത്താവ് അറിയുന്നുവല്ലോ. ശാരീരികമായിട്ട് എല്ലാ കഷ്ടതകളും എല്ലാ പ്രയാസങ്ങളും
അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ബലവും നൽകണമേ. കർത്തവരെപ്പോഴും സന്തോഷിപ്പാൻ, കർത്തവരെപ്പോഴും ആനന്ദിക്കുവാൻ ഇടയാകണമേ. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവിൽ ശിക്ഷ കാണിക്കൽ നൽകിയിരിക്കുന്ന അന്നമ്മ നൽകിയ കുടുംബനാഥയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ മാതാവിനെ പ്രാർത്ഥിക്കണമേ. കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനായി, ദൈവാശ്രയത്തിനായിട്ട് നന്ദി പറയുന്നു. ആരാധനയ്ക്കായിട്ട്, വാഞ്ചിക്കായിട്ട് നന്ദി പറയുന്നു. ഈ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, കരുണാകരൻ എന്ന പ്രിയ പിതാവിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്വാസത്തിന് പ്രയാസവും ശാരീരികമായ പ്രയാസവും പലപ്പോഴും ഈ പിതാവിനെ നടത്തുന്നുവല്ലോ. അദ്ദേഹത്തിന് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ആശ്വാസം നൽകണമേ. കുടുംബനാഥയിൽ ജീവിത പ്രവർത്തനങ്ങളെ, അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ കർത്താവ് അംഗീകരിക്കണമേ. ദൈവമേ, നൽകിയിരിക്കുന്ന കാണിക്ക് സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവ് ജന്മദിന കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന വർഷ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രിയ മകളെ നിർത്താൻ പ്രാർത്ഥിക്കണമേ. കൊടുത്തിരിക്കുന്ന വിവിധങ്ങളായ കൃപകൾക്കായി, വരങ്ങൾക്കായി, താരങ്ങൾക്കായി നന്ദി പറയുന്നു. പ്രിയമകൾ ജനിച്ച നാളും ഇതുവരെയും കുഞ്ഞിന്റെ മേലെ പകർന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ദൈവമേ, വർഷയുടെ പുതിയ വയസ്സ് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമൃദ്ധിയുടെയുമാക്കി നൽകണമേ. നല്ല ഭാവി അനുഭവിക്കാനായിട്ട് സഹായിക്കണമേ. പരിശുദ്ധ പിതാവിൽ ബിൽഡിംഗ് ഫണ്ട് കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന മഞ്ജുവിനെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രിയ കുടുംബത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഇതിനായി വാഞ്ചിക്കായിട്ട് നന്ദി പറയുന്നു. കുടുംബനാഥിയുടെ എല്ലാ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും അംഗീകരിക്കണമേ. ദൈവമേ, ആത്മീയ നന്മകൾ, ഭൗതികമായ നന്മകൾക്ക് പ്രദാനം ചെയ്യണമേ. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായിട്ട് നൽകിയ മക്കളെ ഓർക്കും, മൂത്ത മകളെയും കുടുംബത്തെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനീഷിനെയും സിദ്ധി അനീഷിനെയും ഈ സമയം ഓർക്കും. അവർക്ക് ദാനമായിട്ട് നൽകിയ കുഞ്ഞിനെ ഞങ്ങൾ ഈ സമയം ഓർക്കും. ദൈവമേ, ആ കുഞ്ഞിനെ നിങ്ങൾ അനുഗ്രഹിക്കണമേ. അനീഷിന്റെ കുടുംബത്തിൽ ഏറ്റവും ധന്യവും ശ്രേഷ്ഠമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയമക്കൾ സമർപ്പിച്ചിരിക്കുന്ന കാണിക്ക അനുസരിക്കണമേ. പരിശുദ്ധ കർത്താവെ കാണിക്ക നൽകിയിരിക്കുന്ന ഈശോയോട് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രിയ മകളെ കടാക്ഷിക്കണമേ. പ്രിയമകൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ജലഫലം അങ്ങ് തരുന്ന പ്രതിഫലമാണ്, അങ്ങയുടെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിലായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനും സഹായിക്കണം. കർത്താവ് ഈ കാലഘട്ടം എല്ലാ അംഗത്തിലും പ്രിയമകൾക്ക് അനുഗ്രഹിക്കപ്പെടുന്ന കാലഘട്ടമാക്കി നൽകണം. അന്ന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മാനസികമായും ശാരീരികമായും യുക്തിപരമായും ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ പ്രിയമകളെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ ഞങ്ങൾ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബനാഥന്റെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതോട് കർത്താവ് മുഖത്തേക്ക് നോക്കുവാൻ ഈ ഒരു നന്മ അനുഭവിക്കാൻ സഹായിക്കുന്നു. പരിശുദ്ധ കർത്താവെ ശിക്ഷാൻ കാണിക്ക് നൽകിയിരിക്കുന്ന ദീപശാലിനെ പ്രാർത്ഥിക്കും. ദൈവമേ, പ്രസവാനന്തര ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ മകളെ കടാക്ഷിക്കണമേ. കർത്താവ് വീണ്ടും ഒരു കർത്താവ് മകളെ നൽകി അനുഗ്രഹിച്ചത് ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ജസ്നായ എന്ന പേര് നൽകിയിരിക്കുന്നത് ജസ്ന പ്രിയ മകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രായത്തിൽ തന്നെ നല്ല ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും വളരുവാൻ എന്നെ സഹായിക്കണമേ. ദൈവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബനാഥന്റെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവാത്മ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ദീപയെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രസവാനന്തര ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയമകളെ കടാക്ഷിക്കണമേ. പ്രസവാനന്തര ശുശ്രൂഷ നന്നായിട്ട് പൂർത്തീകരിച്ച് ദൈവമേ, കർത്താവ് ബലപ്പെട്ടുകൊണ്ട് അങ്ങ് സാക്ഷീകരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രധാനമായിട്ട് നൽകിയിരിക്കുന്ന മറ്റു രണ്ട് പൈതങ്ങളെയും കൂടെ നിങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പൈതങ്ങളെയും ഈ സമയം ഓർത്ത് കടാക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവിന്റെ സന്നിധിയിൽ പേരെഴുതാതെ കാണിച്ച് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. നമ്മുടെ സന്നിധിയിൽ ലേല സാധനങ്ങൾ കർത്താവ് കാണിക്കയായിട്ട് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അന്ന് നൽകിയ നന്മയുടെ ഒരു ഭാഗം ലേല കാണിക്കയായിട്ട് പ്രിയമക്കൾ സമർപ്പിച്ചിരിക്കുന്നുവല്ലോ. കൂടുതൽ നന്മകളിലൂടെ വഴിനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവിൽ നിന്നും ആരംഭിക്കുന്ന ഞങ്ങളുടെ സഭയുടെ ക്രിസ്മസ് കരോളിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ആവശ്യത്തെ ക്രിസ്മസ് കരോൾ ശുശ്രൂഷയെ അംഗീകരിക്കണമേ. കർത്താവിന്റെ തടസ്സം കൂടാതെ നന്നായിട്ട് കരോൾ ശുശ്രൂഷ നിർവഹിക്കാൻ അന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യം എല്ലാ അംഗത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ.
സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുഹിതം സ്വർഗ്ഗത്തിലെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ പാപകടങ്ങളെ പരീക്ഷയിൽ കടത്താതെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചു കാത്തുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമൃദ്ധി നൽകുമാറാകട്ടെ. അറിയിപ്പ് സെക്രട്ടറി അറിയിക്കും. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ സഭയിൽ അംഗമായ വർഷയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടെ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ദൈവം എല്ലാ തരത്തിലും അനുഗ്രഹിക്കട്ടെ. സഭയുടെ അറിയിപ്പാണ്. അടുത്ത ഞായറാഴ്ച കണക്കുപള്ളിയിൽ ആരാധന രാവിലെ 6:30 ഇന്ന് സഭയുടെ ക്രിസ്മസ് ഡേ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നും വരുന്ന ആഴ്ചയായിട്ട് ക്രിസ്മസ് ഡേ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വയ്ക്കുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് ആരാധന 24/12/2020 വൈകുന്നേരം 5:30 കണക്കുപള്ളിയിലും വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ സഭയിലും ക്രമീകരിച്ചിരിക്കുന്നു. ക്രിസ്മസ് ദിന ആരാധന രാവിലെ 7 മണിക്ക് നമ്മുടെ സഭയിലും രാവിലെ 8:30 കളത്തുകാർ സഭയിലും ആരാധന ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ സഭായോഗം ഉണ്ടായിരിക്കും. എല്ലാ 27 അംഗങ്ങളും സഭായോഗത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ഒരു അനുസ്മരണ പ്രാർത്ഥന അറിയിപ്പ് ഉണ്ട്. ശ്രീ ST ജയപ്രസാദ് തന്നെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിക്കുന്നതിൽ വിശ്വസ്ത സാക്ഷിയായിരിക്കുകയും 2020 ഏപ്രിൽ മാസം 16 നിത്യതയിൽ ചേർക്കപ്പെടുകയും ചെയ്ത പ്രിയ ജയപ്രസാദ് സാറിലൂടെ ISCക്ക് ലഭിച്ച വിലയേറിയ സേവനങ്ങൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അനുസ്മരണം സ്ഥലം കൺകോടിയ ലുതറൻ ചർച്ച് പേരുപുറ. തീയതി 13/12/2020 ഞായറാഴ്ച വൈകുന്നേരം 3:30. ലൂതറൻ ലേണിംഗ് ഫെലോഷിപ്പാണ് ഈ ആഘോഷം ഈ അനുസ്മരണ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. കരോൾ ലിസ്റ്റ് വയ്ക്കാം. ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ 13/12/2020 ആരംഭിച്ച് 20/12/2020 അവസാനിക്കുന്നതാണ്. 13/12/2020 ഞായറാഴ്ച ബിജു ഇറയങ്കോട്, വിജയൻ ഇറയങ്കോട്, രാജേഷ് ജി രാജ, നിർമ്മല വിജയൻ വെമ്പനി, വിനീത് വെമ്പനി, വിപിൻ വെമ്പനി, രാജേന്ദ്രൻ ഇരുമ്പ, സിന്ധുരേഖ അരുവിക്കര, ജിജിൻ സാം കരിമരപ്പോൾ എന്നീ ഭാഗങ്ങളിലായിരിക്കും ഇന്നത്തെ ദിവസം. നാളെ തിങ്കളാഴ്ച 14/12/2020 ഡേവിഡ് ലിമിസ്റ്റൻ കൈപ്പള്ളിക്കോണം, ദീപു ലിമിസ്റ്റൻ കൈപ്പള്ളിക്കോണം, ഡൊമിനിക് കൈപ്പള്ളിക്കോണം, ലത കാപ്പള്ളി, തോമസ് കളത്തുകാർ, ടൈറ്റസ് കളത്തുകാർ, ലീല കാപ്പള്ളി, ഷെർബ പീറ്റർ കാപ്പള്ളി, നാൻസി പാലമുക്ക്, ശശിധരൻ പാലമുക്ക്. 15/12/2020 ചൊവ്വാഴ്ച ശാന്ത കരിക്കകം, സുശീല ദാസ് കരിക്കകം, ഗ്ലാഡിസ്റ്റൻ സ്റ്റാർലോസ്, സുരേഷ് കൈപ്പള്ളിക്കോണം, സുഭദ്ര കൈപ്പള്ളിക്കോണം, സുബു വാര്യോണം, സരോജിനി കോവിളാകം, വസന്ത കോവിളാകം. 16/12/2020 ബുധനാഴ്ച
വിനോദ് മണലയം, സുകുമാരൻ പാലക്കുഴി, ജ്ഞാനദാസ് പാലക്കുഴി, റീന ഊന്നാമ്പാറ, റജി ഊന്നാമ്പാറ, സെൽവരാജ് അനുഗ്രഹ ഊന്നാമ്പാറ, ശാന്ത ഊന്നാമ്പാറ, റീത്ത ശശിധരൻ ഊന്നാമ്പാറ, യേശുദാസ് ഊന്നാമ്പാറ, അന്നമ്മ ഊന്നാമ്പാറ, രവീന്ദ്രൻ ഊന്നാമ്പാറ. 17-12-2020 വ്യാഴാഴ്ച ഓമന ചെക്കക്കോണം, കമലമ്മ ചെക്കക്കോണം, ശ്രീനോജ് ചെക്കക്കോണം, രജിൻലാൽ ചെക്കക്കോണം, ബെൻസൺ ചെക്കക്കോണം, വൈശാഖ് ചെക്കക്കോണം, വിനോദ് ചെക്കക്കോണം, സജികുമാർ റോസ് ഗാർഡൻ, രാജേന്ദ്രകുമാർ പൊങ്ങുവിള, ദാസമ്മ പൊങ്ങുവിള. 18-12-2020 വെള്ളി നീതു പള്ളിത്തറ, ഗിരിജ പള്ളിത്തറ, സുധീഷ് പള്ളിത്തറ, ജ്യോതിഷ് പള്ളിത്തറ, മോഹൻ ജോസ് ക്രിസ്തുഭവൻ കാച്ചാണി, തങ്കമണി പുന്നാമോണം, രാജമ്മ പുന്നാമോണം, പ്രദീപ് കുമാർ പുന്നാമോണം, രാജുഡി നെല്ലിവിള, ക്രിസ്റ്റഫർ നെല്ലിവിള. 19-12-2020 ശനിയാഴ്ച റസ്ലേൽ പീപ്പിൾസ് നഗർ, ക്രിസ്തുദാസ് അൻസിൽ, അനിലസിദാസ് ബേരേജ്, ബി വിൽസൺ ഷാരോൺ, സുജിത്ത് ഷാരോൺ, സെബാസ്റ്റ്യൻ ചന്ദ്രള, റോബിൻസൺ ചന്ദ്രള, സെൽവൻ ചന്ദ്രള, ലീല ചന്ദ്രള, തങ്കമ്മ ചന്ദ്രള, ദേവകി ചന്ദ്രള. 20-12-2020 ഞായറാഴ്ച അനീഷ് കുന്നൂശാല, സുനിൽ രാജ് നവജീവൻ വഴയില, അഭിഷേക് മലയവീട്, പുഷ്പാങ്കരൻ നെട്ടയം, ചാൾസ് കാച്ചാണി, സിറിൽ ലസീദാസ് ഒലിവർ, റവറൻ RS മനോജ് മിഷൻ വീട്. കരോളിന്റെ പൊതുവായിട്ടുള്ള അറിയിപ്പ് നേരത്തെ അറിയിച്ചതാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭവനങ്ങളിൽ ആഹാരം ക്രമീകരിക്കുന്നില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. വൈകുന്നേരം 6:30 മുതൽ 9:30 വരെയാണ് കരോൾ ക്രമീകരിച്ചത്. നമ്മുടെ സഭയിലുള്ള വീടുകൾ മാത്രമാണ് സന്ദർശിക്കുന്നത്, മറ്റു വീടുകളിൽ പോകുന്നത്. നമ്മുടെ കാച്ചാണി സഭയുടെ ബിൽഡിംഗ് ഫണ്ടിൽ ആരംഭിച്ചിട്ട് 10 വർഷം തികയാണ്. 2011 മുതൽ 2020 നവംബർ മാസം വരെ സംഭാവന നൽകിയിട്ടുള്ളവരുടെ പേര് വരെ ഒന്ന് വായിക്കുകയാണ്. കാച്ചാണി സുവിശേഷ സഭാ മന്ദിരത്തിന്റെ 2011 മുതൽ സംഭാവന തന്നവരുടെ പേര് തുകയും 10 വർഷത്തെയാണ് വായിക്കുകയാണ്. ബി ക്രിസ്തുദാസ്, സുശീല ക്രിസ്തുദാസ് 1,84,500 രൂപ, അനിലസിദാസ് 1,60,340 രൂപ, സിറിലസിദാസ് 2,03,319 രൂപ, എം സെൽവൻ 56,388 രൂപ, പി വത്സരം 2,500 രൂപ, വി ഗ്ലാഡിസ്റ്റൻ 42,500 രൂപ, സെബാസ്റ്റ്യൻ 3,500 രൂപ, ഡി വിൽസൺ ഷാരോൺ 4,000 രൂപ, ഡൊമിനിക് പേപ്പള്ളിക്കോണം 30,000 രൂപ, സുഭദ്ര കൈപ്പള്ളിക്കോണം 2,000 രൂപ, സുരേഷ് കൈപ്പള്ളിക്കോണം 6,500 രൂപ, സുഗു വാരിയോണം 18,715 രൂപ, വസന്ത വാരിയോണം 4,500 രൂപ, സരോജിനി സദാശിവൻ എന്നിവർ ചേർന്ന് 2,500 രൂപ, ജ്ഞാനദാസ് പാലക്കുഴി 55,720 രൂപ, സതീഷ് പുന്നക്കുഴി 21,000 രൂപ, സി റോബിൻസൺ 5,435 രൂപ, അനിൽ രാജ് 26,000 രൂപ, ശാന്ത ഒന്നാംപാറ 7,200 രൂപ, റീത്ത ശശിധരൻ 3,000 രൂപ, അന്നമ്മ 12,200 രൂപ, യേശുദാസ് 10,700 രൂപ, റസ്ലയൻ പീപ്പിൾസ് നഗർ 7,000 രൂപ, രവീന്ദ്രൻ ഒന്നാംപാറ 14,600 രൂപ, ക്ലമന്റ് കാച്ചാണി 60,000 രൂപ, ശമുവൽ കാക്കൊള്ളി 6,200 രൂപ, തോമസ് കളത്തുകാൽ 31,000 രൂപ, രാജു കളത്തുകാൽ 16,000 രൂപ, ഡേവിഡ് കൈപ്പള്ളിക്കോണം 9,500 രൂപ, ബെൻസൺ ചെക്കക്കോണം 4,200 രൂപ, ഓമന ചെക്കക്കോണം 13,001 രൂപ, രജിൻലാൽ ചെക്കക്കോണം 3,000 രൂപ, രാജേന്ദ്രകുമാർ 51,310 രൂപ, രാജേന്ദ്രകുമാർ പൊങ്ങുവിളയാണ്, മോഹൻ ജോസ് ക്രിസ്തുഭവൻ 61,000 രൂപ, സജികുമാർ ക്രിസ്തുഭവൻ 51,500 രൂപ, റജിമോൻ തങ്കമണി എന്നിവർ ചേർന്ന് 11,000 രൂപ, അനിൽകുമാർ കാച്ചാണി 6,000 രൂപ, രാജുഡി നെല്ലിവിള 59,500 രൂപ, രാജമ്മ ഗോപി പുന്നാമണം 2,600 രൂപ, തങ്കമണി ചന്ദ്രൻ പുന്നാമണം 5,500 രൂപ, ചന്ദ്രിക നെട്ടയം 4,000 രൂപ, പുഷ്പാങ്കരൻ നെട്ടയം 11,000 രൂപ, ഗ്ലാഡിസ്റ്റൻ മലമുകൾ 1,000 രൂപ, സുശീല കരിക്കകം
8100 രൂപ. രാജേന്ദ്രൻ ഇരുമ്പ 19,000 രൂപ. ശാന്ത കരിക്കകം 1500 രൂപ. ശ്രീകുമാരൻ ആശാരി 250 രൂപ. ജയൻ ജോഷുവ 1500 രൂപ. ഗിരിജ സുരേഷ് കുമാർ പള്ളിത്തറ 6500 രൂപ. സുനിൽ രാജ് നവജീവൻ വഴയില 88,650 രൂപ. പ്രദീപ് കുമാർ ഇരുമ്പ 6500 രൂപ. ജോബിൻ ജൂലിയ ബാബുരാജ് 13,500 രൂപ. സ്വതന്ത്ര ക്രിസ്മസ് 27,870 രൂപ. ശശിധരൻ പുഷ്പ പ്രവർത്തകർ 96,000 രൂപ. ദീപു കരിമരക്കോട് 4,500 രൂപ. സുധീഷ് പള്ളിത്തറ 22,395 രൂപ. രാജപാലൻ സരിത 1,500 രൂപ. രാജമണി സിമി 2,000 രൂപ. സെൽവരാജ് അനുഗ്രഹ 62,000 രൂപ. ക്രിസ്റ്റഫർ നെല്ലിവിള 23,360 രൂപ. റീന അക്സഭവൻ 3,100 രൂപ. ബിജു ഇറയങ്കോട് 10,950 രൂപ. ശോഭൻ രാജ് മഞ്ജുഷ 1,000 രൂപ. രാജീവ് കുമാർ 5,000 രൂപ. ചാൾസ് കാച്ചാണി 11,500 രൂപ. ടൈറ്റസ് കളത്തുകാർ 17,000 രൂപ. റവറന്റ് എസ് രാജഗംഭീരം 5,000 രൂപ. കുമാരി പള്ളിത്തറ 2,000 രൂപ. ആതിര 1,200 രൂപ. രാധിക ബെൻസ് 4,000 രൂപ. സുരേന്ദ്രൻ മേശ്രി 5,000 രൂപ. ആൻസി ഷാജൻ 1,000 രൂപ. ശാലീൻ രാജ് 6,000 രൂപ. നാൻസി ജോൺ 2,000 രൂപ. ഡോക്ടർ എം മോഹനൻ 52,500 രൂപ. സുരേഷ് ക്രിസ്തുഭവൻ 1,000 രൂപ. നടരാജൻ മേസ്തിരി 1,001 രൂപ. ബിജു തോമസ് 8,000 രൂപ. ദീപു ലിവിങ്സ്റ്റൺ 14,500 രൂപ. ലതാ കളത്തുകാൽ 1,000 രൂപ. ജിബിൻ ജേവി 9,500 രൂപ. ജോസഫ് മങ്ങാട്ടുകോണം 10,000 രൂപ. ഷെർവ പീറ്റർ 4,500 രൂപ. ലതാ പള്ളിത്തറ 385 രൂപ. രാജേഷ് കാക്കോളി 5,000 രൂപ. പ്രദീപ് പുന്നാമോണം 14,000 രൂപ. ആശാറാണി 700 രൂപ. സന്ധ്യ റോയരാജ് 3,500 രൂപ. സുരേഷ് പേയാട് 1,000 രൂപ. സജികുമാർ കേബിൾ 1,000 രൂപ. ശ്രീനോജ് 11,000 രൂപ. സജിത സുരേഷ് ക്രിസ്തുഭവൻ 1,500 രൂപ. ജിതിൻ ജേവി 4,500 രൂപ. യോവേൽ കല്ലയം 10,000 രൂപ. സന്ദീപ് കളത്തുകാൽ 4,000 രൂപ. അരുൺ രാജൻ രാജീവ് ഭവൻ 1,000 രൂപ. അദ്വൈ പള്ളിത്തറ 10,000 രൂപ. ജ്യോതിഷ് പള്ളിത്തറ 665 രൂപ. രമ്യ രാജ് കളത്തുകാൽ 2,000 രൂപ. മറ്റിനങ്ങളുടെ വരുമാനം 17,650 രൂപ. രാജേഷ് കളത്തുകാൽ പുഷ്പ എന്ന മകനാണ് 27,500 രൂപ. ദാമോദരൻ 5,700 രൂപ. വിനോദ് മണലയം 2,000 രൂപ. ലതിക പേരുകട 3,000 രൂപ. നിർമ്മല അരുവിക്കര 3,200 രൂപ. കെ പി ലീല പെൻബോൾ 7,000 രൂപ. ഷാരി ബീച്ചക്കോണം 100 രൂപ. സുകുമാരൻ പാലക്കുടി 2,000 രൂപ. എം റോബിൻസൺ ചന്തവിള 3,500 രൂപ. ഗിൽബർട്ട് കാവടിത്തിറക്കൽ 1,000 രൂപ. എം വിൽസൺ ചന്തവിള 5,000 രൂപ. ലില്ലി ഇറയങ്കോട് 500 രൂപ. പ്രവർ RS മനോജ് 4,500 രൂപ. ഇത്രയാണ് സംഭാവനയായിട്ട് 2011 മുതൽ 2020 വരെ നമ്മുടെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള തുക. കരോളിനെ സംബന്ധിച്ചാണ് നമ്മുടെ കരോളിന്റെ ലിസ്റ്റ് ഇപ്പോൾ വായിച്ചു. അറിയാത്ത ധാരാളം പേരുണ്ട്. അതുകൊണ്ട് കരോൾ നിങ്ങൾ മറ്റുള്ളവരോട് സഭയിലെ മറ്റംഗങ്ങളോട് കരോളിന്റെ ഡേറ്റുകളൊക്കെ ഒന്ന് പ്രത്യേകിച്ചൊന്ന് അറിയിച്ചാൽ വളരെ നല്ലത്. മറ്റൊരു കാര്യം 10-നും 15-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യയായിരിക്കും കരോളിന് വരുന്നത്. മാക്സിമം ഒരു 15 പേര്, 15-നകത്ത് ആയിരിക്കും നമ്മൾ ഉണ്ടാകുന്നത്. ആള് മാക്സിമം കുറച്ചാണ് ഇപ്പോൾ കരോളിന് പോകുന്നത്. ബാൻഡ് സെറ്റ് ഉണ്ടായിരിക്കത്തില്ല. വീട്ടിൽ വന്നുകൊണ്ട് ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഫുഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഓരോ വീട്ടിലും ഉള്ളിലോട്ട് കയറേണ്ട എന്നുള്ളതാണ് കൊറോണ ആയതുകൊണ്ട്. പുറത്ത് നിന്ന് ശുശ്രൂഷ എനിക്ക് പോട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഫുഡ് മാക്സിമം ഒഴിവാക്കണം. അത് നിങ്ങൾക്ക് കാണിക്കേണ്ടി കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കാനുള്ളത് ഇന്ന് മുതൽ കരോൾ തുടങ്ങിയാണ്. ഇന്ന് മുതൽ അടുത്ത ഞായറാഴ്ച വരെയാണ് 8 ദിവസം കരോളുണ്ട്. അത് ശ്രദ്ധിക്കണം, മറ്റുള്ളവരോട് അറിയിക്കണം.
ഒരു 15-നകത്തുള്ള സംഖ്യയാണ് വരുന്നത്. ചെറിയ ടീമായിട്ട് വരുന്നത്. മറ്ററിയപ്പെടുകയില്ല. ലേലം ഉണ്ടായിരുന്നു.